എനിക്ക് പ്ലാനുണ്ട്, ഡയറക്ഷന് പ്ലാനുണ്ട്. ഇപ്പോഴല്ല, കുറച്ചുകൂടെ എനിക്ക് പഠിക്കാനുണ്ട് സിനിമ. അപ്പോൾ ഞാൻ സ്ക്രിപ്റ്റ് ചെയ്യുന്ന 1-2 പടങ്ങളിൽ ഞാൻ അസിസ്റ്റ് ചെയ്യും. ഇനി അസിസ്റ്റ് ചെയ്ത് പഠിച്ചതിന് ശേഷം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ടാണ്. അതിന് എത്ര ടൈം എടുക്കുമെന്ന് എനിക്കറിയില്ല. എനിക്ക് ഓക്കെ ആണെന്ന് തോന്നുമ്പോൾ ചെയ്യും. നമ്മൾ അറിയാത്ത പണി ചെയ്ത് വെറുതെ ഇതാക്കണ്ടല്ലോ. അതുകൊണ്ട് ഈ DC ബുക്സ് ചെയ്യുന്നത് എനിക്ക് പറഞ്ഞു, ഫസ്റ്റ് എഡിഷൻ 25,000 കോപ്പിയാന്ന് പറഞ്ഞു. അങ്ങനെ ബുക്സ് അച്ചടിക്കാറില്ല. 25,000 എന്ന് പറഞ്ഞാൽ വലിയൊരു ബൾക്കാണ്. ഞാൻ പ്രസ്സിൽ പോയപ്പോഴാണെങ്കിൽ അവിടെ ഇങ്ങനെ അട്ടി ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് പേടിയായി. ഞാനപ്പോൾ ഞാൻ പറഞ്ഞു, ഇത്രയും എന്ത് ധൈര്യത്തിൽ ഇത് ഇത്ര അടിക്കുന്നത്? അപ്പോൾ അത് നമുക്ക് ട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പക്ഷേ അത് ഒറ്റ രാത്രി കണ്ട് കംപ്ലീറ്റ് അവിടുന്ന് സോൾഡ് ഔട്ട് ആയി. അതായത് ഈ കുഞ്ഞ് കടക്കാരാണെങ്കിൽ പോലും അത് പൈസ കൊടുത്താൽ വാങ്ങുന്നത്. വാങ്ങിയിട്ട് പോയി 25,000 കോപ്പി തീർത്തു. അതിനൊപ്പം തന്നെ ആൾക്കാരും വാങ്ങി കൂട്ടിയത്. അപ്പോൾ അത് എന്നെ പിറ്റേ ദിവസം ഇങ്ങനെ വിളിക്കുക, രാവിലെ വിളിച്ചിട്ട് പറഞ്ഞൊരു ഹാപ്പി ന്യൂസ് ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, എന്താണ് ഇതൊട്ടും എൻ്റെ പറഞ്ഞ ഒരു 2-3 മാസം കൊണ്ട് നമുക്കിത് വിൽക്കാന്നാണ് പറഞ്ഞത്. അപ്പം ഇത് ഞാൻ എക്സ്പെക്റ്റേ ചെയ്യുന്നില്ല. രാവിലെ എഴുന്നേറ്റപ്പോൾ എന്നെ അവിടുന്ന് DC ബുക്സിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞൊരു ഹാപ്പി ന്യൂസ് ഉണ്ട്. ഇന്നലെ രാത്രി കൊണ്ട് തന്നെ, രാത്രി 12 ശേഷം ഫുള്ള് കഴിഞ്ഞു എന്ന് പറഞ്ഞ് പുതിയ രാവിലെ പ്രിന്റിന് കയറ്റി എന്ന് പറഞ്ഞ് 15,000 കോപ്പി. അത് എനിക്ക് ഒട്ടും സ്വപ്നം കാണാൻ പറ്റാത്ത ഒരു കാര്യമാണത്. ഇപ്പൊ 2 ആഴ്ച ആയുള്ളൂ. 10 ദിവസത്തിനുള്ളിൽ 3ാമത്തെ എഡിഷൻ പ്രിന്റിന് കയറ്റി. 55,000 കോപ്പി എന്ന് പറയുന്നത് 10 ദിവസം കൊണ്ട് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത, അതല്ല, ആ നമ്പർ ഓഫ് കോപ്പീസ് എന്ന് പറയുന്നത് എനിക്ക് സങ്കല്പിക്കാൻ പറ്റാത്തൊരു എണ്ണമാണ്. ഇപ്പോഴും ഞാനിങ്ങനെ ആലോചിക്കും, ഇത് എൻ്റെ ആണോ എന്ന് ആലോചിക്കും. അത് പക്ഷെ ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് എനിക്കറിയില്ല. ഇപ്പൊ റാം കെയർ ഓഫ് ആനന്ദിൽ ആഫ്റ്റർ എഫക്ട്സ് ഒക്കെ തന്നെ ആയിരിക്കാം ഈ ബുക്സ് ഇത്രയും പോകുന്നത്.